നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. യാത്രക്കിടെ വഴിയരികിൽ കണ്ടതാണ് ഈ ഒരു കാഴ്ച, കാബേജ് ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞ് നോക്കാം. തോട്ടത്തിൽ എന്താ വില എന്നൊക്കെ ചോദിച്ചു നോക്കാം. നല്ലതാ വെയിറ്റുണ്ടാ? ഇത് ಎಲ್ಲಿ പോകുന്നത്? ಗುಂಡ್ಲುಪೇಟೆ ಮಾರ್ಕೆಟ್. അതിപ്പോ ಕಿಲೋ ಎಷ್ಟು ಕಿಲೋ ಮಾಮೂಲಿ 10 ರೂಪೀಸ್ ಇದೆ ಇವಾಗ. 10 ರೂಪಾಯಿ ಇದೆ. 10 ರೂಪಾಯಿ പോലെ. ഒരു ചാക്ക് ಎಷ್ಟು ಕೆಜಿ വരും? ಇದು 65 ಬರುತ್ತೆ. ഞാൻ അങ്ങ് നോടുത്. അപ്പോ ഇത് 100 ദിവസം തന്നെ? 100 ദിന? 90 പ്ലസ്. 90 ദിവസം. 90 ദിവസം അല്ലേ? അപ്പോ 10 രൂപ വല്ല പരവല്ലേ? പരവല്ല എന്താ തച്ചിരിക്കല തെറിയല. അണ്ണാ നമുക്കിത് വാങ്ങാൻ പറ്റില്ല? വണ്ടിയിട്ട് നേരിട്ട് വന്നാ എടുക്കാല്ലേ? ഇതേപോലെ ഏതെങ്കിലും തോട്ടത്തിലുള്ള അവരുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് നമ്മളിവിടെ ചുറ്റി തിരിഞ്ഞ് കഴിഞ്ഞാൽ തോട്ടത്തിൽ നേരിട്ട് തന്നെ എടുക്കാം. ഗുണ്ടൽപേട്ട മാർക്കറ്റ് പോകാം. 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ട് ഇവരൊന്ന് ഇതാണ്ട് മിങ്ങളേതവര് സ്ഥിരമായിട്ട് കിട്ടുമല്ലോ. താങ്ക് യു. നാട്ടിലെന്താ വില ആവല്ലേ? ഇവിടെ നാട്ടിലെന്താ അറിയില്ല, നമുക്ക് അന്വേഷിച്ച് നോക്കാം. അവിടെ ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കണ ലാഭമുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പിന്നെ ഇത് പറിക്കാനും ഇത് വെട്ടി കയറ്റാനുള്ള ചാർജ്, പിന്നെ നമ്മളിനി കടയിൽ കൊണ്ടു കൊടുത്താൽ തന്നെ അവിടെ ക്രെഡിറ്റ് പോകും. ചിലപ്പം അടുത്ത ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ കാശ് കിട്ടുള്ളൂ അടുത്ത സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ. അങ്ങനെ കുറെ റിസ്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് തന്നെ എന്തെങ്കിലും ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ്, ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറി കാർഡ് ഉണ്ടെങ്കിൽ അപ്പൊ നല്ല ലാഭമാണ്. വിറ്റ് പോവാൻ വേറൊരു മാർഗം നോക്കേണ്ട ആവശ്യമില്ല.